ഡിയേഴ്സ്, വെൽക്കം ടു വേ ടു കൊമേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ എന്നുള്ള പോർഷനാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, ഫിസിക്കൽ ഷെയർ ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഡീമെറ്റീരിയലൈസേഷൻ എന്നും, എന്നാൽ ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു ഷെയർസ് ഫിസിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നു. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ ഡീമെറ്റീരിയലൈസേഷനും റീമെറ്റീരിയലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി അത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്താണ് ലിമിറ്റേഷൻ, എന്താണ്, പിന്നെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, അല്ല ആരാണിത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ? ഡീമെറ്റീരിയലൈസേഷനെ ഷോർട്ടായിട്ട് നമ്മൾ ഡിമാറ്റ് എന്ന് പറയും. ഡിമാറ്റ് ഈസ് ദ മൂവ് ഫ്രം ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ടു ഇലക്ട്രോണിക് ബുക്ക് കീപ്പിംഗ്. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സിനെ, അതായത് ഫിസിക്കൽ സെക്യൂരിറ്റീസിനെ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് ഫോമിലോട്ട് മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ. Actual stock certificates are then removed and retired from circulation in exchange for electronic recording. ഇനി ഇലക്ട്രോണിക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ആക്ച്വൽ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ ഏത് മോഡലാണ് ഉണ്ടാവുക? ഇലക്ട്രോണിക് മോഡലാണ് ഉണ്ടാകുന്നത്. ത്രൂ ഡീമെറ്റീരിയലൈസേഷൻ, സോ കോൾഡ് ഡിമാറ്റ് അക്കൗണ്ട്സ് അലൗ ഫോർ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വെൻ ഷെയർസ് ഓഫ് സ്റ്റോക്ക് ആർ ബോട്ട് ആൻഡ് സോൾഡ്. പിന്നെ ഷെയർസ് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്നത്, ട്രാൻസാക്ഷൻസ് നടക്കാൻ പറ്റുന്നത് ഡിമാറ്റ് അക്കൗണ്ടുകളിലൂടെയാണ്. ഷെയർ ഡിമെറ്റീരിയലൈസ്ഡ് ചെയ്യുകയാണെങ്കിൽ. ദെൻ അതിൻ്റെ റിക്വസിറ്റ്സ്, അതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രീസ് ഷുഡ് ഹാവ് എ ഡെപ്പോസിറ്ററി അക്കൗണ്ട്. ഡിമെറ്റീരിയലൈസേഷൻ നടത്തുന്നതിന് എന്ത് വേണം? ഓരോ ഇൻഡസ്ട്രീസിനും ഒരു ഡെപ്പോസിറ്ററി അക്കൗണ്ട് വേണം. Security should be from the eligible list of securities issued by the depository. ഡെപ്പോസിറ്ററി ഇഷ്യൂ ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും, എലിജിബിൾ ലിസ്റ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടാവും, അതിൽ നിന്നുള്ള സെക്യൂരിറ്റീസ് ആവണം. ദെൻ സെക്യൂരിറ്റീസ് മസ്റ്റ് ബി ഇൻ ദ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ ആൻഡ് ഓൺഡ് ബൈ ഹിം. അല്ലേ, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ, അതായത് ഈ സെക്യൂരിറ്റീസ് അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേരിലായിരിക്കണം, അദ്ദേഹമായിരിക്കണം അത് ഓൺ ചെയ്യേണ്ടത്. Then separate DMAT requisition form is required for each issuing company. ഓരോ ഇഷ്യൂയിങ് കമ്പനിക്കും സെപ്പറേറ്റ് DMAT റിക്വസിഷൻ ഫോമാണ്. അതിന് ആ തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതുണ്ടായിരിക്കണം. അതെ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഷെയർ സർട്ടിഫിക്കറ്റ് ഓൺ ഡീമെറ്റീരിയലൈസേഷൻ ഇസ് ക്യാൻസൽഡ് ആൻഡ് ദ സെയിം വിൽ നോട്ട് ബി സെൻറ്റ് ബാക്ക് ടു ദ ഇൻവെസ്റ്റർ. ഷെയർ സർട്ടിഫിക്കറ്റ് ഓൺ ഡീമെറ്റീരിയലൈസേഷൻ ക്യാൻസൽ ചെയ്യും, ഡീമെറ്റീരിയലൈസേഷൻ്റെ മേലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യും, പിന്നെ അത് ഇൻവെസ്റ്റർക്ക് സെൻഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇറ്റ് ഇനേബിൾസ് ഷെയർ ട്രേഡിംഗ് ആൻഡ് ഷെയർ ട്രാൻസ്ഫർ വിത്തൗട്ട് ഇൻവോൾവിങ് മച്ച് പേപ്പർ വർക്ക്. കാര്യങ്ങളെല്ലാം ഇലക്ട്രോണിക് മോഡാണ്, അപ്പോൾ പേപ്പർ വർക്കൊന്നും അധികം ഉണ്ടാവില്ല. ദെൻ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ഓഫ് ഷെയർ ഇസ് പോസിബിൾ ഇൻ ഡിമാറ്റിംഗ്. അതായത് ഇമ്മീഡിയറ്റ്ലി എത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പോസ്റ്റൽ ഡിലേയ്സ് ആൻഡ് ലോസ് ഓഫ് ഷെയർസ് ഇൻ ട്രാൻസ്മിറ്റ് പ്രിവെൻറ്റഡ് ഇൻ ഡിമാറ്റിംഗ്. അതായത് പോസ്റ്റൽ ഡിലേയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, സമയം ഒരുപാട് വൈകിയ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പിന്നെ ഷെയർ നഷ്ടപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിമാറ്റിൽ ഉണ്ടാവില്ല. ദർ ഇസ് നോ നീഡ് ടു ഫിൽ എ ട്രാൻസ്ഫർ ഫോം. ഒരു ഷെയർ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ട്രാൻസ്ഫർ ഫോമൊക്കെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്, അതിവിടെ ആവശ്യം വരുന്നില്ല. The investor is also relieved for a problem like bad delivery, fake certificate. അല്ലെ, ഇൻവെസ്റ്റേഴ്സ് കുറേ പ്രോബ്ലംസ് സഫർ ചെയ്യുന്നുണ്ട്, ഫേക്ക് സർട്ടിഫിക്കറ്റിൻ്റെയും ബാഡ് ഡെലിവറീസിൻ്റെയും ഒക്കെ പ്രോബ്ലംസ് സഫർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് ആർക്ക് കിട്ടുന്നത്? ഇൻവെസ്റ്റർക്ക് കിട്ടുന്നത് ത്രൂ ഡീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ്. Trading in securities may become uncontrolled in the case of dematerialized securities. Dematerialized securitiesൻ്റെ കേസിൽ അതിൻ്റെ ട്രേഡിങ് ഉണ്ടാവും, ട്രാൻസ്ഫർ അല്ലേ, അതെന്താണ്, അൺകൺട്രോൾഡ് ആവുകയാണ്. കാരണം ഒരു ഫോമിൻ്റെയും ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് നടക്കുന്നു എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ഒരുപാടുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻകംബന്റ് അപ്പോൺ ദ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റർ to keep a close watch on the trading in DMAT as like to securities. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഡിമെറ്റീരിയലൈസ് ചെയ്യുകയാണെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ക്ലോസ് സൂപ്പർവിഷൻ വേണം. അപ്പോൾ ക്ലോസ് സൂപ്പർവിഷൻ ചെയ്യണം എന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളും സംഭവിക്കാം.
The role of key market players in case of dematerialization of securities such as stockbrokers need to be supervised as they have capability to manipulate the market. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് പോലെയുള്ള കീ മാർക്കറ്റ് പ്ലെയേഴ്സ് ഉണ്ട്, അവരൊക്കെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ക്യാപ്പബിൾ ആണ് അതിന്. അവർക്ക് മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും, സ്പെക്കുലേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ അവരതിനെ ഒരു ക്ലോസ് സൂപ്പർവിഷൻ ആവശ്യമാണ് അവർക്ക്. ദെൻ നെക്സ്റ്റ്, ഡെപ്പോസിറ്ററി സിസ്റ്റം. എന്താണ് ഡെപ്പോസിറ്ററി സിസ്റ്റം? വാട്ട് ഡസ് ഡെപ്പോസിറ്ററി? ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ലൈക്ക് എ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് പോലെയുള്ള ഓർഗനൈസേഷനാണ് ഡെപ്പോസിറ്ററി. എ ഡെപ്പോസിറ്ററി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ദി സെക്യൂരിറ്റീസ് ഇൻ ദ ഇലക്ട്രോണിക് ഫോം അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദി ഷെയർ ഹോൾഡർ അല്ലേ. ഷെയർ ഹോൾഡറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആരാണ്? ഡെപ്പോസിറ്ററിയാണ്. ദ സെക്യൂരിറ്റീസ് കുഡ് ബി ഇൻ ദ ഫോം ഓഫ് ബോണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ബൈ എ രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. അതായത് സെക്യൂരിറ്റീസ് എന്തൊക്കെ ഫോമിൽ ഉണ്ടാവാം? ബോണ്ട് അല്ലേ, ദെൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ്, ഇതൊക്കെ ഹെൽഡ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. അപ്പോൾ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്ററിൻ്റെയും ഡെപ്പോസിറ്ററിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ്. ദെൻ depository participant is the agent of the depository providing depository service to traders and investors. ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡെപ്പോസിറ്ററിയുടെ ഒരു ഏജൻ്റാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്. ദേ ആർ ഇൻ്റർമീഡിയറീസ് ബിറ്റ്വീൻ ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. എന്താണ്? ഇൻ്റർമീഡിയറിയാണ് ആരുടെ ഇടയിലുള്ള? ഡെപ്പോസിറ്ററിൻ്റെയും ഇൻവെസ്റ്ററിൻ്റെയും. ദെൻ ദേ ഹോൾഡ് സെക്യൂരിറ്റീസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻറ്റിമേറ്റ് ദം ദ സ്റ്റാറ്റസ് ഓഫ് ദെയർ ഹോൾഡിംഗ് ഫ്രം ടൈം ടു ടൈം. അവർ ഇൻവെസ്റ്ററിൻ്റെ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് പാർട്ടിസിപ്പൻ്റ് എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്ററിൻ്റെ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് ടൈം ടു ടൈം അവരതിനെ ഇൻറ്റിമേറ്റ് ചെയ്യുന്നു, അറിയിക്കുന്നു. ഓക്കെ. ദെൻ പ്രോസസ്സ്. ഡീമെറ്റീരിയലൈസേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിങ് എ ഡിമാറ്റ് അക്കൗണ്ട്. ആദ്യമായിട്ട് ഡീമെറ്റീരിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഫോർ ഓപ്പൺ ചെയ്യുന്നതിന് എന്ത് വേണം? യു നീഡ് ടു ഷോർട്ട് ലിസ്റ്റ് എ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് ദറ്റ് ഓഫർ ഡിമാറ്റ് സർവീസ്. ഡിമാറ്റ് സർവീസ് ഓഫർ ചെയ്യുന്ന ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് ഒരു ഹെൽപ്പ് വേണം അല്ലേ. ടു കൺവേർട്ട് ദ ഫിസിക്കൽ ഷെയർ ഇൻ ടു ഇലക്ട്രോണിക് ഡിമാറ്റ് ഫോർമാറ്റ്, ഇലക്ട്രോണിക് ഓർ ഡിമാറ്റ് ഫോർമാറ്റ് അല്ലേ. ഫിസിക്കൽ ഷെയർസ് ഇലക്ട്രോണിക് ഓർ ഡിമാറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം, DRF എന്ന് പറയുന്ന ഡിമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം ഉണ്ട്. അതെന്ത് ചെയ്യണം? അത് ആരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക? DPൻ്റെ കയ്യിൽ അല്ലേ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിൽ. ഹാസ് ടു ബി ഫിൽഡ് ഇൻ ആൻഡ് ഡെപ്പോസിറ്റ് അലോങ് വിത്ത് ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ, അതിൻ്റെ കൂടെ ഷെയർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആ ഫോം ഫിൽ ചെയ്തിട്ട് കൊടുക്കുക. ഓൺ ഈച്ച് ഷെയർ, ഓരോ ഷെയർ സർട്ടിഫിക്കറ്റിലും എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം? സറണ്ടേർഡ് ഫോർ ഡിമെറ്റീരിയലൈസേഷൻ അല്ലേ. ഡിമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട് സറണ്ടർ ചെയ്താണെന്ന് മെൻഷൻ ചെയ്യണം. ദെൻ ഇനി ഡെപ്പോസിറ്ററി സിസ്റ്റത്തിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ നടക്കുന്നത്? ഇൻ കേസ് ഓഫ് ഫ്രഷ് അറ്റ് ദ ടൈം ഓഫ് ഇനീഷ്യൽ ഓഫറിൽ ഫ്രഷ് ഇഷ്യൂ ആണ് നടക്കുക. ആ ടൈമിൽ ദ ഇൻവെസ്റ്റർ വുഡ് ഇൻഡിക്കേറ്റ് ഹിസ് ചോയ്സ് ഇൻ ദ അപ്ലിക്കേഷൻ ഫോം ഇഫ് ഹി ഓഫ് ടു ഹോൾഡ് ദ സെക്യൂരിറ്റി ഇൻ ദ ഡെപ്പോസിറ്ററി മോഡ്. അതായത് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹം ഡെപ്പോസിറ്ററി മോഡിലാണ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അതിനുള്ള ഒരു ചോയ്സ് അദ്ദേഹം അപ്ലിക്കേഷൻ ഫോമിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ വെനെവർ ഷെയർസ് ഹെൽഡ് ബൈ ഡെപ്പോസിറ്ററി ആർ ടു ബി ട്രാൻസ്ഫർഡ് ബൈ വൺ ബെനിഫിഷ്യൽ ഓണർ ടു അനദർ പേഴ്സൺ who has also availed himself of the service of depository, the transferor will inform the DP who in turn inform the depository. അപ്പോൾ എപ്പോഴാണോ ഡെപ്പോസിറ്ററിയിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത് അത് ഡെപ്പോസിറ്ററി ഇൻഫോം ചെയ്യണം അല്ലേ. ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പേഴ്സൺസിന് ഡെപ്പോസിറ്ററിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവണം. ദെൻ ട്രാൻസ്ഫറർ എന്ത് ചെയ്യും? ട്രാൻസ്ഫറർ DP മീൻസ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിന് ഇൻഫോം ചെയ്യും. അവർ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റാണ് ഡെപ്പോസിറ്ററിയെ ഇൻഫോം ചെയ്യുന്നത്. ദ ഡെപ്പോസിറ്ററി മേക്സ് അപ്രോപ്രിയേറ്റ് ബുക്ക് എൻട്രി ഇൻ ഇറ്റ്സ് റെക്കോർഡ് എഫക്ട് ദ ട്രാൻസ്ഫറർ ആൻഡ് ദസ് ഇൻ പ്രോസസ് ഡിലീറ്റ് നെയിം ഓഫ് ട്രാൻസ്ഫറർ ആൻഡ് എൻ്റർ ദ നെയിം ഓഫ് ട്രാൻസ്ഫറി അല്ലേ. അപ്പോൾ ഡെപ്പോസിറ്ററി എന്ത് ചെയ്യും? അപ്രോപ്രിയേറ്റ് ബുക്ക് എൻട്രീസ് ആരുടെ റെക്കോർഡിൽ? ട്രാൻസ്ഫറിൻ്റെ റെക്കോർഡിൽ
എൻ്റർ ചെയ്യും അല്ലേ. എന്നിട്ട് ട്രാൻസ്ഫറിൻ്റെ നെയിം അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ട്രാൻസ്ഫറിയുടെ നെയിം ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് ട്രാൻസ്ഫറി, ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ട്രാൻസ്ഫറും. അപ്പോൾ ട്രാൻസ്ഫറിയുടെ പേര് അതിൽ എൻ്റർ ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് റീമെറ്റീരിയലൈസേഷൻ ആണ്. റീമെറ്റീരിയലൈസേഷൻ അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ളത് ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡിജിറ്റലി ഹെൽഡ് ഷെയർ ഇൻ ടു ഫിസിക്കൽ ഓർ പേപ്പർ ഫോം അല്ലേ. ഫിസിക്കൽ ഓർ പേപ്പർ ഫോമിലേക്ക് എന്തിനെ മാറ്റുക? ഇലക്ട്രോണിക് ഷെയർസിനെ മാറ്റുക. ഇറ്റ് ഈസ് ജസ്റ്റ് ദ റിവേഴ്സ് ഓഫ് ഡീമെറ്റലൈസേഷൻ പ്രോസസ്. ഡീമെറ്റലൈസേഷൻ പ്രോസസ്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്, റിവേഴ്സാണ്. ഷെയർസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോണിക് ഫോം ഫ്രം ഫിസിക്കലിൽ നിന്ന് ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ എങ്കിൽ, ഇലക്ട്രോണിക് ഫോമിൽ നിന്ന് തിരിച്ച് ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ. അടുത്ത റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്, ദ ഡിജിറ്റൽ എക്സിസ്റ്റൻസ് ഓഫ് ഷെയർ ഇസ് റിവോക്ഡ്. പിന്നെ അതിന് ഡിജിറ്റൽ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ആൻഡ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബൈ ഇഷ്യൂയിങ് ന്യൂ ഫിസിക്കൽ. പുതിയൊരു ഫിസിക്കൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് വരുത്തുന്നത്. During dematerialization, the processor's shares get distinct numbers from RTA. RTAൻ്റെ കയ്യിൽ നിന്ന് ഒരു നമ്പർ കിട്ടണം അല്ലേ. RTA എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്. അതായത് റീമെറ്റീരിയലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കിട്ടും? നമ്പേഴ്സ് കിട്ടും. നമ്പർ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുക? RTA, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുക. അതൊക്കെയാണ് ഒരു ഫീച്ചേഴ്സ്. ഈ ക്ലയൻറ്റ് ക്യാൻ റീമെറ്റീരിയലൈസ് ദിസ് ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിംഗ് അറ്റ് എനി പോയിൻ്റ് ഇൻ ടൈം. ഏത് സമയത്തും എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഡീമെറ്റീരിയലൈസ്ഡ് ഹോൾഡിങ് റീമെറ്റീരിയലൈസ് ചെയ്യാം. ദെൻ ദ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റ് വിത്തിൻ 30 days. ഈ ഒരു പ്രോസസ്സ് 30 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. സെക്യൂരിറ്റി സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡഡ്. അതായത് റീമെറ്റീരിയലൈസേഷന് വേണ്ടി സെൻഡ് ചെയ്ത സെക്യൂരിറ്റി ഉണ്ടല്ലോ, അത് പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ പ്രൊസീജിയർ, the client will submit a request to DP for the rematerialization of holding in its account. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള ഹോൾഡിങ്സ് എന്ത് ചെയ്യണം? റീമെറ്റീരിയലൈസ് ചെയ്യണമെന്ന് ഡി പിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഓൺ ദ റിസീപ്റ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഫ്രോം ദ ഡി പി വിൽ വെരിഫൈ ദാറ്റ് ഫോം ഈസ് ഡ്യൂലി ഫിൽഡ് ഇൻ ആൻഡ് ഇഷ്യൂഡ് ടു ദ ക്ലയൻറ്റ് ആൻഡ് ദ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് സൈൻഡ് ആൻഡ് സ്റ്റാമ്പ്ഡ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഫോം ഡി പി വെരിഫൈ ചെയ്യും, അത് ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് അതിൽ അദ്ദേഹത്തിന് അക്നോളജ്മെൻറ്റും സിഗ്നേച്ചറും ചെയ്യും. എന്നിട്ട് അതിൽ സ്റ്റാമ്പ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഡി പി വിൽ വെരിഫൈ ദ സിഗ്നേച്ചർ ഓഫ് ദ ക്ലയൻറ്റിൻ്റെ സിഗ്നേച്ചർ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യും. ക്ലയൻറ്റിൻ്റെ സിഗ്നേച്ചർ അല്ല എങ്കിൽ ഡി പി വിൽ എൻഷുർ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ക്ലയൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ഉറപ്പ് വരുത്തണം വേറെ എന്തെങ്കിലും വഴിയിൽ. If the form is in order, DP will enter the request detail in DPM. അങ്ങനെ ഫോം എന്ത് ചെയ്യും? ഡി പി ഓർഡർ കൊടുക്കും അല്ലേ. ആ ഓർഡർ എൻ്റർ ചെയ്യും എവിടെ? DPMൽ റിക്വസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു നമ്പർ ഓഫ് ഷെയർസ് റീമെറ്റീരിയലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആൻഡ് DP will intimate the client that the request cannot be entertained since client does not have sufficient balance. ഡെപ്പോസിറ്ററി അക്കൗണ്ടിൽ അല്ല, ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ഡിമാറ്റ് അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഇല്ല എങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റില്ല? അത് ഇപ്പോൾ പറഞ്ഞ കാര്യം റീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഡി പി ഇൻഫോം ചെയ്യും. ഇൻ കേസ് സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡി പി വിൽ എൻ്റർ ദ റിക്വസ്റ്റ് ഇൻ DPM ആൻഡ് DPM വിൽ ജനറേറ്റ് ദ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ. അങ്ങനെ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ ആർക്ക് കൊടുക്കും? RRN അല്ലേ, ആണ് റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ അല്ലേ. സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്ററി മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ പ്രൊവൈഡ് ചെയ്യും. ദെൻ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് നമ്പർ സോ ജനറേറ്റഡ് ഇസ് എൻറ്റേർഡ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ് ഫോർ ദ പേർപ്പസ് ഇൻ ദ റീമെറ്റീരിയലൈസേഷൻ റിക്വസ്റ്റ് ഫോം. അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോമിൽ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. RRN എൻ്റർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ഈ നമ്പർ എൻ്റർ ചെയ്യണം. എന്നിട്ട് ഇഷ്യൂ എയർക്ക് ആ റിക്വസ്റ്റ് DMO ഫോർവേഡ് ചെയ്യും. ദെൻ DP വിൽ fill the authorization portion of the request form. ആ റിക്വസ്റ്റ് ഫോമിൻ്റെ ഓതറൈസേഷൻ പോർഷന് പിന്നീട് DP എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. എന്നിട്ട് അത് റിക്വസ്റ്റ് ഫോമിൻ്റെ കൂടെ ഡിസ്പാച്ച് ചെയ്യും അല്ലേ. ദെൻ the issuer or L&T agent accept the request for rematerialization. അങ്ങനെ റീമെറ്റീരിയലൈസേഷൻ്റെ റിക്വസ്റ്റ് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. അതിന് DM ഡൗൺലോഡ് ദിസ് ഇൻഫർമേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നു. DP മസ്റ്റ് ഇൻഫോം ദ ക്ലയൻറ്റ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ദ ക്ലയൻറ്റ് അക്കൗണ്ട്. ക്ലയൻറ്റ് അക്കൗണ്ടിൽ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെന്ന് DP ഇൻഫോം ചെയ്യും.
Okay, then precautions. The client has to mention the lot type in the rematerialization request form. Rematerialization request form, അതായത് റീമെറ്റീരിയലൈസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ഫോമാണ്. അതിൽ ലോട്ട് ടൈപ്പ് മെൻഷൻ ചെയ്യണം. ദെൻ സെക്യൂരിറ്റി സെൻഡ് ഫോർ റീമെറ്റീരിയലൈസേഷൻ കനോട്ട് ബി ട്രേഡ്. റീമെറ്റീരിയലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ബിഫോർ ഇനീഷ്യേറ്റിംഗ് എ റീമെറ്റീരിയലൈസേഷൻ തുടങ്ങുന്നതിന് മുന്നേ റിക്വസ്റ്റ് ഇൻ സെക്യൂരിറ്റി ദ ക്ലയൻറ്റ് മസ്റ്റ് എൻഷുർ ദാറ്റ് ഹി ഹാസ് സഫിഷ്യൻറ്റ് ഫ്രീ ബാലൻസസ്. അദ്ദേഹത്തിന് എന്തുണ്ടാവണം? അദ്ദേഹത്തിന് ഡിമാറ്റ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ സഫിഷ്യൻറ്റ് ബാലൻസ് ഉണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രിക്വേഷൻസ്. ഇത്രയാണ് ഡീമെറ്റീരിയലൈസേഷൻ, റീമെറ്റീരിയലൈസേഷൻ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.